അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നവായിസിൽ ബറക്കാരണ ഗ്രൂപ്പിലൊരു ചോദ്യം വന്നത്, അതായത് സാധാരണയായിട്ട് മുഅ്മിനീങ്ങളായ ആൾമാർ അള്ളാഹുടെ ഔലിയാക്കന്മാരെ ഹദ്റത്ത് പോയിട്ട് അങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് കേൾക്കുന്നതുണ്ടല്ലേ, അത് തീർവാ, അത് കേൾക്കാമ, അത് കേട്ടെങ്കിൽ ಅದಕ್ಕೆ ഉത്തരം കിട്ടുക ചെല്ലെ ഒരു ചോദ്യമായിട്ട് കിടും. വളരെ ഒരു മർമ്മപ്രധാനമായ ഒരു ചോദ്യം എൻ്റെ പല ആൾമാരുടെ മനസ്സിൽ അലട്ടിയിട്ടുള്ള ഒരു സംശയം കൂടിയായിട്ട് കിടത്. അപ്പോൾ ഇതിക്ക് ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് ഉത്തര ചെന്നെങ്കിൽ അത് പല നിലക്കുള്ള അപാർത്ഥത്തിന് കാരണമാവും. പിന്നെ ഞങ്ങൾക്ക് തെല്ല് ഒന്നും കൂടി വിശദീകരിച്ചിട്ട് ഞങ്ങൾക്ക് തെല്ല് ചൊല്ലണമാവും. ഫസ്റ്റായിട്ട് ഇതിൽ ഈ ചോദ്യത്തിൽ രണ്ട് വിഭാഗക്കാരെ രണ്ട് നിലക്കുള്ള അഭിപ്രായമായിട്ട് കിട്ടും. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ വിശ്വാസത്തിൽ ജീവിക്കരുതായ ആൾമാർ, പണ്ഡിതന്മാർ, ഉലമാക്കൾ, അയിമത്ത്, ഇമാമികൾ അങ്ങനെ ചൊല്ലാറ് ഇങ്ങനെ ചോദിക്കലേക്ക് യാതൊരു തകരാറുമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ കേട്ടത് കൊണ്ടും പലപ്പോഴും പല കിട്ടിയതുമുണ്ട്. എപ്പോഴും കിട്ടണിട്ടില്ല, പല കിട്ടിയതുമുണ്ട്. അതേ സന്ദർഭത്തിൽ അഹ്ലുൽ ബിദ്അത്തിന്റെ ആൾമാർ, അതായത് അഹ്ലുസുന്നത്തിലെ വിരോധികൾ ചെല്ല് അത് കേൾക്കൽ മഹാശിർക്കായിട്ട് കിട്ടും. അങ്ങനെ കേൾക്കലോട് കൂടി അവൻ ഇസ്ലാമിനെ പുറത്തു പോകണ്ട. പിന്നെ അത് ഉത്തരം കിട്ടുക പിന്നെ ആവശ്യം വേണ്ടില്ല. കേൾക്കലോട് കൂടി അവൻ ദീന്റെ പുറത്ത് പോയാണ്ട് കാഫിറായ മുശ്രിക്കായി പോയാണ്ട് ഇങ്ങനെയായിട്ട് രണ്ട് നിലപാട്. അപ്പോൾ വളരെ ഗംഭീരമായിട്ട് ഈ വിഷയത്തിൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ ഇത് ഒരു വ്യക്തിയെ കാഫിറാക്കളെ അഥവാ ഇസ്ലാമിയുടെ പത്തിരെ പോലത്തെ ഒരു കാര്യമായതുകൊണ്ട് ഇതിൽ ബഹളമായിട്ട് ഞങ്ങൾ എന്താക്കണം, ഗഹനമായിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ അർത്ഥാക്കേണ്ടി വേണ്ട. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ആൾമാർ ഇങ്ങനെ ഔലിയാക്കന്മാരമ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ റസൂലല്ലാഹ് വിളിച്ചിട്ട് സഹായം കേൾക്കുന്നത്, അത് കേൾക്കാം, തൊന്തരില്ല, നല്ല കാര്യമായിട്ട് കേൾപ്പിച്ചിട്ടുണ്ടാകും. അതുപോലെ എപ്പോഴും അത് കേൾക്കും നിർബന്ധം ഉണ്ടോ അങ്ങനെ ചെല്ലില്ല. ഞങ്ങളെല്ലാവരും ഇപ്പോൾ മദ്രസ പഠിച്ചനല്ലേ. അപ്പോൾ മദ്രസ പഠിച്ചത് ഏതെങ്കിലും ഇസ്ലാംകാർ 5, ഈമാൻകാർ 6. അപ്പോൾ ഈ 6 ഈമാൻ കാര്യത്തില 5 ഇസ്ലാം കാര്യത്തിൽ എവിടെയും ഔലിയാക്കന്മാർട്ട സഹായം കേൾക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിങ്ങൾ സഹായം കേൾക്കണം, അത് ഇസ്ലാമിലെ കഡായ കാര്യത്തിൽ പെട്ടതിട്ട് എവിടെയും ചെന്നിട്ടില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ആവശ്യഘട്ടം വരുമ്പോൾ അള്ളാഹുടെ ഔലിയാക്കന്മാർ ഞങ്ങളെ സഹായം ഞങ്ങൾ കേൾക്കുന്നത് തപ്പില്ല. അനിവാര്യ ഘട്ടത്തിൽ ചിലപ്പോൾ സഹായം കിട്ടിക്കൊണ്ട് ചാൻസ് ഉണ്ട്. ചില വിശ്വാസം മാത്രമായിട്ട് അല്ലാണ്ട് എന്നാൽ കേൾക്കും നിർബന്ധം ചെല്ലില്ല. ചെന്നെങ്കിൽ ചില ആൾമാർ അങ്ങനെ അവർ പ്രചാരാക്കിയിട്ടുള്ള ചെന്നെങ്കിൽ അഹ്ലുസുന്നത്തിലെ ആൾമാർ ചെന്നെങ്കിൽ അങ്ങനെ ഔലിയാക്കന്മാരുടെ കേൾക്കടയായിട്ട് എന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ നിരന്തരമായിട്ട് ഉപദേശിക്കടേ അങ്ങനെ ക്ലാസ്സിലും അല്ലാത്ത ദുഃഖത്തിലുള്ള അള്ളാഹോട്ട് കേൾക്കോളൂ, അള്ളാഹോട്ട് കേൾക്കോളൂ, അള്ളാഹോട്ട് കേൾക്കോളൂ. അപ്പോൾ അങ്ങനെ ചെല്ലും ആ ശൈലി കാണുമ്പോൾ ഞങ്ങൾ തീരെ അള്ളാഹോട്ട് കേൾക്കാത്തതാണ് വിചാരിക്കണം. വാസ്തവത്തിൽ 5 വക്ത് നിസ്കാരത്തിൽ പിന്നെ പ്രതി അഹ്ലുസുന്നത്ത് വിശ്വാസത്തിലുള്ള പള്ളിയിലെല്ലാം വെച്ചിട്ട് പിന്നെ അള്ളാഹുരട്ട 5 വക്തും ഇമാം ജമാഅത്തോട് കൂടി അള്ളാഹുരട്ട് കേൾക്കുന്ന ആൾമാരായിരിക്കാറ് അഹ്ലുസുന്നത്തിലെ ആൾമാർ. സലാം വിറ്റപ്പിന് എണിച്ചു പോയിട്ട് അഹങ്കാരങ്ങളെ പോലെ എണിച്ചു പോകണമായിരിക്കാറ് ഈ അഹ്ലുൽ ബിദ്അത്തിലെ ആൾമാർ. എന്ന് ഇങ്ങനെയായിരിക്കും നമുക്ക് ഉപദേശിക്കട്ടെ, നിങ്ങൾ അള്ളാഹുട്ട് കേൾക്കോളൂ, അള്ളാഹുട്ട് കേൾക്കോളുണ്ട്. 5 വക്തും അല്ലാതെയും അള്ളാഹുട്ട് എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ആൾമാർ ആയിരിക്കും അഹ്ലുസുന്നത്തുൽ ജമാഅത്തിലെ ആൾമാർ. ഉടനെ ഒരു വൈരുദ്ധ്യം കാണും നമുക്ക് ഏതുമാവട്ടെ. ഈ വിഷയത്തിൽ പിന്നൊന്നും വിഷയിച്ചല്ലോ. അപ്പോൾ പിന്നെ കേൾക്കണമെങ്കിൽ അങ്ങനെ കേൾക്കൽ തീർവാട്ട് അള്ളാഹുട്ട് കേൾക്കണല്ലേ, അള്ളാഹു അല്ലാട്ട് കേൾക്കൽ എങ്ങനെ ദീന്റെ പുറത്തു പോകണ്ടല്ലേ. ഇങ്ങനെ ഒരു മാത്ത് ദീന്റെ പുറത്തു പോകണ്ടേ, അള്ളാഹിന്റെ ഔലിയാക്കന്മാരോ അല്ലെങ്കിൽ യാ റസൂലല്ലാഹ് വിളിച്ചിട്ട് ഞങ്ങൾ സഹായിക്കുന്നത് അത് ദീന്റെ പുറത്തു പോകേണ്ട ഒരു കാര്യം ഉണ്ടായെങ്കിൽ എപ്പമാ കൂടുതലുള്ളതായ 90% മുസ്ലിമിക കാഫിറായിട്ട് ആവുന്നത്. ഒരു 3 ಬಂದು വെവ്വേലെ ഇമാമിക വെവ്വേലെ ആലിമികളെല്ലാം കാഫിറുണ്ട് വിധിച്ചിട്ടാവുന്നത്. പക്ഷെ എന്തുപോലും വെവ്വേലെ ആലിമികൾ പേര് കേൾക്കുന്ന റളിയല്ലാഹു അൻഹു ചെന്നിട്ടുള്ള ഈ ആലിമികളെല്ലാവരും ഏതെങ്കിലും ഒരു സമയത്തിൽ ഇങ്ങനെല്ലാം മഹാന്മാരുടെ സഹായം കേട്ട ആൾമാരായിരിക്കാറ്. ആ വിഷയത്തിൽ അങ്ങനെ ഗ്രന്ഥത്തിൽ ഒരുപാട് അനുഭവം ചെന്നാറ്. അങ്ങനത്തെ ഒരുപാട് ഹദീസുകളിലും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ കിതാബിൽ കാണും. പക്ഷെ ഇതൊന്നും പഠിക്കാണ്ട് ചില ജാഹിലിങ്ങ വെറുതെയും ഞങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നാഭിപ്രായമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആക്കിയിട്ടുള്ളത്. ചിലപ്പോൾ അത് ഇബ്ലീസിന്റെ പണിയായിട്ട് മുസ്ലിമിന്റെ ഇടയിൽ ഒగ్గട്ട് തകർക്കവും
അല്ലെങ്കിൽ യഹൂദിങ്ങ ഇങ്ങനത്തെ ഒരു പുതിയ പാർട്ടി മുസ്ലിമിന്റെ ഇടയിലെ മുസ്ലിമിന്റെ നാമധാരി പേരിലായിട്ട് കടത്തിട്ട് നിങ്ങളുടെ ഇടയിൽ ഭിന്ന അഭിപ്രായം ഉണ്ടാക്കുവാക്കിയതായ കാര്യമായിട്ട് നിങ്ങൾ നോക്കറു ഒരുപാട് ഹദീസിൽ കൂടെ ബന്നതായ ഒരു കാര്യമായിട്ട് ഇമാം നവവി പോലത്തെ വലിയ മഹാന്മാർ പോലും സഹിയായിട്ട് ഹദീസിൽ ചെന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ സഹിയായ ഹദീസിൽ ചെന്ന ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലു അത് നിങ്ങൾക്ക് കാണുക ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ട് നിങ്ങൾ ഒരു പക്കത്തിൽ എത്തിയാൽ ഇങ്ങനത്തെ പക്ക ആരും ഇല്ലാത്തൊരു പക്ക, ആ പക്കത്തിൽ നിങ്ങൾ ചെറു തപ്പിട്ട് നിങ്ങൾ കങ്കാലായിട്ട് എവിടെ പോകണം നിങ്ങൾക്ക് തിരക്ക് പോകണില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു സഹായം ഇല്ലാത്ത സന്ദർഭത്തിൽ ആറുമാറും ഇല്ലാത്ത സന്ദർഭത്തിൽ നിങ്ങൾ വിളിക്കോറു യാ ഇബാദല്ലാഹി അഈനൂനി, ഓ അള്ളാഹുവിന്റെ അടിമകളെ എന്നൊക്കെ നിങ്ങൾ സഹായക്കുറവുണ്ട്. അപ്പൊ നാളെ കണ്ണ് കാണാത്ത അള്ളാഹുയുടെ അടിമകൾ ആറ്? അള്ളാഹുയുടെ അടിമകൾ അവിടെ എന്തായിരിക്കും? അള്ളാഹുയുടെ മഹാന്മാരായ ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും റൂഹുടായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുയുടെ അടിമകൾ വേറെ ജിന്നുകൾ ഉണ്ടാവും, അതുപോലെ പിന്നെ ഈ മഹാന്മാരെ അറുവാഹുകൾ റൂഹുകൾ അങ്ങനെ നിങ്ങൾക്ക് സഹായമാക്കുവാൻ ബറുവാർ അവിടെ കിട്ടും. അപ്പോൾ ഒരു പിന്നെ നമുക്ക് സാധാരണയായിട്ട് ചില ആൾമാർ നമുക്ക് ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്തി മഹാന്മാരെ വിളിക്കടേ, അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ആളല്ലേ, അള്ളാഹു നിങ്ങൾക്ക് വിളിക്കാവില്ലേ, അള്ളാഹു നിങ്ങൾക്ക് വിളിക്കാവില്ലേ ചെല്ല. അപ്പോൾ ഈ തെരുത്തപ്പി സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ വിളിക്കേണ്ടത് അള്ളാഹു ആയിരിക്കല്ലേ. അള്ളാഹുവേ എന്നൊക്കെ നീ തെരു കാട്ടണമെന്നാണ് ചെല്ലല്ലേ. അതേ സന്ദർഭത്തിൽ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി തന്നെ യാ ഇബാദല്ലാഹി അഈനൂനി, ഓ അള്ളാഹുവിന്റെ അടിമകളെ എന്നൊക്കെ നീ സഹായക്കുറവുണ്ട്. കണ്ണതിൽ ആറുമില്ല, ഇങ്ങനെ അങ്ങനല്ലേ. ഇപ്പൊ കണ്ണതിൽ കാണാത്ത വിളിക്കു തീരണ്ടല്ലേ. കണ്ണതിൽ മൊയ്തീൻ ഷേഖില്ല, കണ്ണതിൽ ബദരീങ്ങില്ല, പിന്നെ എന്തുകൊണ്ട് വിളിക്കടേ. അതേ സന്ദർഭത്തിൽ നബി തങ്ങൾ സ്വയമായിട്ട് പരിപാടി തന്നെ യാ ഇബാദല്ലാഹി അഈനൂനി, ഓ അള്ളാഹിന്റെ അടിമകളെ എന്നൊക്കെ നിങ്ങൾ സഹായക്കുറവുകൊണ്ട് വിളിക്കാണ്ട്. ഈ ഒറ്റൊരു പലക്കത്തിൽ നബി തങ്ങൾ ഈ വചനത്തിൽ കൂടെ ഇങ്ങനത്തെ ഒരു കാര്യമാക്കരുത് എന്നില്ല, ഒരു ദീന്റെ പുറത്തു പോകേണ്ട കാര്യം അല്ലാണ്ട് ഈ ഒരു ഇതിലെന്തേ ഈ ഒരു ഹദീസിൽ നമുക്ക് ഒന്ന് ചില ആൾമാർ അത് അങ്ങനെ ചൊല്ലാറ് എന്താ നിങ്ങൾ ഹദീസ് അത് വീക്ക് ആയിട്ടില്ല അല്ല നാച്ചലിന്റെ വീക്ക് ഉണ്ടായെങ്കിൽ ഇത്ര കിതാബുൽ എന്തി അത് പണ്ടയാണ് ഒരു വീക്കായ ഹദീസേ ആവട്ടെ, ഒരു വീക്കായ ഹദീസ് ശിർക്ക് പ്രചാരാക്കടെ ഒരു ഹദീസായിട്ടിക്കുക. ഹദീസിലെ അത് നിദാന ശാസ്ത്ര പഠിച്ചെങ്കിൽ തോന്നുന്നു ഒരു ഹദീസ് അത് വീക്കായെങ്കിൽ പല ഭാഗത്തിൽ പല ഇമാമിങ് അത് റിപ്പോർട്ട് ചെയ്യാനായെങ്കിൽ അത് സഹീയുടെ മർത്തബത്ത് കൊണ്ടുകൊണ്ടു അത് വേറെ പ്രശ്നം, അതൊന്നും ഈ സ്ഥലപ്പോണിലേക്കട്ട് ആയെങ്കിലും ഒരു വീക്കായ ഒരു ഹദീസിലെ ഒരു ശിർക്ക് പ്രചാരാക്കടെ ഹദീസിലെ എന്തുകൊണ്ട് പല ഇമാമിങ്ങൾ കിതാബിൽ എഴുതി വെക്കണോട്ട് ഞാൻ കേൾക്കട്ടെ. അപ്പോൾ വിഷയ വളരെ വ്യക്തമായിട്ടുണ്ട്. എന്തേ അവിടെല്ലാം അള്ളാഹുടെ മഹാന്മാരെ ഞങ്ങൾ വിളിക്കുന്നത് കൊണ്ടു സഹായത്തെ വിളിക്കലല്ലേ, ഞങ്ങൾ വിളിക്കുന്ന സഹായമായിട്ട് ഞങ്ങൾ അത് ഇങ്ങനെ ചൊല്ലുന്നത് അത് ആരാധന അവിടെ ഉണ്ട്. എങ്ങനെ ആരാധന അവിടെ? അള്ളാഹു ഞങ്ങൾ ഒരു കാര്യത്തെ ഒരാൾക്ക് ഞങ്ങൾ സഹായിക്കേണ്ടത് കൊണ്ട് അത് ഇങ്ങനെ അത് ആരാധനയായിട്ട് തീരേ. ഒരാൾ തൻ്റെ ഒരു കിടാവ് മൂന്തു അല്ലെങ്കിൽ നിങ്ങൾ കിടാവ് ഉച്ച കടിച്ചിട്ട് ആ കിടാവിടെ വയറ്റിന് സീത പോയിട്ട് ഡോക്ടറിട്ട് പോയിട്ട് ഓ ഡോക്ടറെ എൻ്റെ കിടാവിടെ ബച്ചവാക്കുമോ ചെന്നു കിടാവിടെ ബച്ചവാക്കുമോ ചില കൂടിയ ദീൻ്റെ പുറത്തു കൊണ്ടാവണം. ആ ചില ആളുകൾ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് ഈ ഡോക്ടർക്ക് എന്തും കിടാവിടെ ബച്ചവാക്കും സാധ്യമില്ല. പിന്നെ ബച്ചവാക്കണമെന്ന് അള്ളാഹു മാത്രം, ജീവൻ നൽകണമെന്നും ജീവൻ എടുക്കണമെന്നും അള്ളാഹു മാത്രം. ഈ ഡോക്ടർ അതിന് കാരണം മാത്രമാണ്. ഇതുപോലെ വലിയ അള്ളാഹിന്റെ ഔലിയാക്കന്മാരോട്ട് പോയിട്ട് പിന്നെ വലിയ അള്ളാഹ് എൻ്റെ കിടാവിടെ ബച്ചവാക്കുറു ചെന്നാൽ അത് അർത്ഥമില്ലേ. നിങ്ങൾ കറാമത്ത് മുഖാന്തരം നിങ്ങൾ ബച്ചവാക്കുറു ആ ശക്തി തൻ്റെ അള്ളാഹു ചൊല്ലിയ വിശ്വാസമല്ലേ. ഏതുപോലെ ഡോക്ടർക്ക് ആ ശക്തി കൊടുക്കണം അള്ളാഹു ഉണ്ടാകുമ്പോൾ അതേപോലെ ഔലിയാക്കന്മാർക്കും കൊടുക്കുന്ന ശക്തി അള്ളാഹുവേ. അതുകൊണ്ട് ഇങ്ങനെ ഒരു പലക്ക ചെന്നത് കൊണ്ടാവും ദീന്റെ പുറത്തു പോകണ്ടാവും കാഫിർ അവിടെ ചെല്ലത് വലിയൊരു പെద్దത്തനായിട്ടിരിക്കുന്നത്. ഒരിക്കലും അത് ഇസ്ലാമുക്ക് അത് അന്യായിട്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു കാര്യം. ഇത് മുന്നുള്ള ആറും ഒരു പരിപാട്ടത്തെ ദീന്റെ കാര്യമായിട്ടിരിക്കരുത്. ഇങ്ങനെ യഹൂദി പ്രേരിതമായിട്ട് ഇത് വന്നത് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്തെങ്കിലും കഷ്ടം വന്നിട്ടായെങ്കിൽ ഓ അള്ളാഹ് നക്ക് നീ സഹായാക്കണം ചൊല്ലതും ഓ ഔലിയാക്കന്മാരെ നക്ക് നിങ്ങൾ സഹായാക്കണം ചെന്നെങ്കിൽ അള്ളാഹുട്ട് കേൾക്കരുത്. അത് അള്ളാഹു സ്വയം കഴിവ് കൊണ്ടായിരിക്കും അള്ളാഹു സഹായാക്കരുത്. ഔലിയാക്കന്മാർ അല്ലെങ്കിൽ ഡോക്ടർ അങ്ങനെ സഹായാക്കരുത്. അത് അള്ളാഹു കൊടുത്ത ശക്തി കൊണ്ടായിട്ടിരിക്കുന്നുണ്ട്. എങ്ങനത്തെ ചില ബുദ്ധിയുള്ള ആൾമാർക്ക് വളരെ വ്യക്തമായിട്ടിരിക്കുന്നത് അത് ഇസ്ലാം ഒരിക്കലും അന്യാവില്ല. അല്ലെങ്കിൽ തെരു തപ്പിയ ആൾമാർട്ട നബി അങ്ങനെ വിളിക്കോ ചൊല്ല ആവശ്യമില്ലാത്ത ഓ അള്ളാഹ് നല്ല തെരു തപ്പിട് നക്ക് നീന് എന്താക്ക് ചെറു കാട്ട് ചെന്നിട്ട് അങ്ങനെ ചില നിമിത്തം പരിപാടത്ത്. അപ്പോൾ ഒരു മനുഷ്യവും ജണ്ട് എന്നുണ്ടു അയക്കുണ്ടോ അവിടെ അള്ളാഹുട്ട് ഡയറക്റ്റ് ചെല്ല ചിലപ്പോൾ ഇങ്ങനെയും ചെല്ല ജണ്ടും നിമിത്തങ്ങ പരിപാടി തന്ന ഒരു കാര്യമായിട്ടേക്ക് നമ്മൾ മനസ്സിലാവണം. ഒരുപാട് ഇമാമിങ്ങ ഈ ഹദീസിൽ വിശദീകരിച്ചാർ. ഇമാം തബറാനി മൂജബൽ കബീറിൽ ചെല്ല്, പിന്നെ അബൂ യഅല തന്റെ മുസ്നദിൽ ചെന്നിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഹൈസമി മജ്മഉ സവായിദിൽ ചെല്ല്, ഹാഫിബുൽ അസ്ഖലാനി ഷറഉൽ അസ്കാറിൽ ചെല്ല്, ഒരുപാട് ഹാഫിൽ സഖാവി ചെല്ല്. ഇങ്ങനെല്ലാം ഈ ഒരു സംഭവത്തെ ചെന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെല്ലാം ശിർക്ക് പ്രചാരക്കാർ മാറിയിട്ട് ഞങ്ങൾ നമ്പോ സാധ്യമല്ല. പിന്നെ ഏതെങ്കിലും അജ്ഞാനിയാണ് ചെന്നിട്ടെങ്കിൽ അങ്ങനെ പുറത്ത് പോയെങ്കിൽ അത് വലിയ നഷ്ടമാണ് മാത്രം. ഇങ്ങനത്തെ ഒരുപാട് സംഭവമുണ്ട്. എല്ലാം ചൊല്ലുന്ന പിന്നെ ആവശ്യമല്ല ബുദ്ധി നമുക്ക് അകൽ മന്ദക്കോ ഇഷാറത്ത് കാഫിൻ്റെ അല്ലേ ബുദ്ധി നമുക്ക് ഇഷാറത്ത് മെയ്യാവും. ഇതൊന്നും നോക്കൂ
ഇമാം പിന്നെ ഇബ്നു കസീർ എന്ന വിശ്വോത്തര ഖുർആൻ വ്യാഖ്യാനക്കാർ മൂപ്പര് ഇബ്നു കസീർ തഫ്സീർ ഇബ്നു കസീർ ചെന്നെങ്കിൽ ഖുർആൻ വ്യാഖ്യാന ഇണ്ട് പിന്നെ അറബ് ജഗത്തിൽ ഔക്കാഫ് വത്തിയിൽ ഫ്രീ ആയിട്ട് പ്രിന്റ് അടിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പം അത്രയും പ്രസിദ്ധമായ ഒരു മഹാനായിരിക്കും ഇബ്നു കസീർ. ഇങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ ശിഷ്യൻ കൂടിയായിരിക്കും. ആ ഇബ്നു കസീർ വലോ അന്നഹും ഇല്ലലമു അൻഫുസഹും ചൊല്ലിയ ആയത്തെ വിശദീകരിച്ചിട്ട് ആ ആയത്തിൽ വിശദീകരിച്ചിട്ടുള്ള സംഭവം തന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കണം. എന്തായിരിക്കും നോക്കറു ബഹുമാനപ്പെട്ട ഉത്തുബി റളിയല്ലാഹുവിന്റെ തൊട്ടായിരിക്കും ഈ സംഭവമില്ലേ മഹാനവർകൾ ചെല്ല് ഞാൻ ഒരു നാള് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ഷരീഫിൽ അപ്പോൾ കബർ ഞാൻ അടിച്ചിട്ടുണ്ട് ഹുജറത്ത് ഷരീഫിൽ മുട്ടുന്ന അടിച്ചിട്ടുണ്ട്. അപ്പോൾ അറാബിയുൻ ഒരു അറാബിയായ ഒരാൾ വന്നു. അറാബിയനിൽ ഒരു ഹള്ളി പ്രദേശത്തെ ഒരാൾ വന്നു. എന്നിട്ട് അയാൾ കബർ മുട്ട നിന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് നബി വിളിച്ച് സലാം ഇട്ടിട്ട് എന്നിട്ട് ആയത്തോതും വലോ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ചില ആയത്തോതും നബിയെ ഈ ആയത്തിൽ കൂടെ നിങ്ങൾ പരിപാടി തന്നെ എന്തേ ഒരാൾ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദോഷവുമായിട്ട് നിങ്ങളെ മുട്ട വന്നിട്ട് എന്നിട്ട് നിങ്ങളിട്ട അയാൾ അള്ളാഹുടെ നിങ്ങളെ മുഖാന്തരം അള്ളാഹുടെ അയാൾ മാഫ് കേട്ടെങ്കിൽ നിങ്ങൾ അയാൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അയാളുടെ ദോഷത്തെ പുറത്തതായിട്ട് നിങ്ങൾ എത്തിക്കിടാറ് ചിലരുടെ ഒരു ആയത്തുണ്ട്. അപ്പോൾ ആ ആയത്തിൽ ഓതിട്ട് അയച്ചാൽ വക്കത് ജീത്തുക്കും മുസ്തഗ്ഫിറൻ തമ്പി നബി എന്നെ ദോഷത്തെ പൊറുക്കുമായിരുന്ന നിങ്ങളുടെ മുട്ട വന്നേ നിങ്ങൾ എന്താക്കണം മുസ്തഷ്ഫിയംബിക്ക ഇലാ റബ്ബി നിങ്ങൾ നക്കുവിനായിട്ട് ഷഫാത്ത് ചെയ്യണം. നിങ്ങൾ റബ്ബിയോട്ട് നിങ്ങൾ ഷഫാത്ത് ചെയ്യേണ്ടത് ദോഷ പൊറുക്കുമായിട്ട് നിങ്ങൾ എന്താക്കണം പിന്നെ നിങ്ങൾ അള്ളാഹുട്ട നക്കുവിനായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യണോ ചെന്നിട്ടും അയാൾ ചെല്ല് എന്നിട്ട് ഒരു ബൈത്തും പാട് യാ ഹൈറം അന്തുഫിനത്ത് വിൽക്കായ ആളുമഹു ചിലർ ബൈത്ത് നബി തങ്ങളെ വിളിച്ചിട്ട് ചെല്ലതായ ബൈത്തായിട്ട് കിട്ടും. എന്നിട്ട് നോക്കൂ ഇമാം ഉത്തുബി ചെല്ല് അയാൾ അങ്ങനെ പാടിട്ടെല്ലാം അതിൽ പോയിട്ട് ഫലപത്തിന് അയിനി എൻ്റെ കണ്ണിത് എൻ്റെ കണ്ണ് വറക്ക് പിടിച്ചിട്ട് ഞാനവിടെ ചിന്നവിടെ വറക്ക് പിടിച്ചു ഫറായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നാവും അങ്ങനെ ഞാൻ കിനാവുള്ളൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഉത്തുബി അൽഹിഖിൽ അറാബിയ വബശ്ശിറുഹു അന്നല്ലാഹ ഖദ് ഗഫറ ലഹു നേരത്തെ ನನ್ನ ಕಬರ ಮುಟ್ಟ ಬಂದ್ರೆ ಮುಲ್ಪುಟ್ಟು ನನ್ನ ಪಡಚೊಂದು ನನ್ನ ದೋಷ ಬರ್ಕೋಯ್ತು ನನ್ನ അള്ളാഹുടെ മുഖാന്തരം ನನ್ನ മുഖാന്തരം അള്ളാഹു എൻ്റെ ദോഷം പൊറുക്കൊണ്ടു ചെന്നില്ലേ അയാൾ പിന്നെ നീ പോയിട്ട് ഒരു സന്തോഷ വാർത്ത അറിയിക്കണം അള്ളാഹു അയാളെ ദോഷ പുറത്തിറാട്ട് സന്തോഷ വാർത്ത അറിയിക്കോറോട് ചുറ്റും. ഇപ്പൊ നോക്കൂ ഒരാൾ ദോഷാക്കി ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അള്ളാഹുട്ട് ഉൾപ്പെട്ട് ദ്വാരമയാവല്ലേ ദോഷ പൊറുക്കല്ലേ ആയെങ്കിൽ കൂടെ ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്ക ഈ ഒരു സംഭവത്തിൽ അയാൾ നബി തങ്ങളെ കബറ് മുട്ട വന്നിട്ട് ഉൾപ്പെട്ടു നബിയെ എൻ്റെ ദോഷ പൊറുക്കുമായിട്ട് അള്ളാഹുട്ട് ചെല്ലു ചെന്നു നബി തങ്ങളെ ഡയറക്റ്റ് വിളിച്ച് ചെന്നിട്ടുള്ളൂ നമുക്ക് ശുപാർശ ചെയ്യൂ നമുക്ക് ഷഫാത്ത് ചെയ്യൂ. അപ്പോൾ എന്ന് മാത്രമല്ല അയാൾ ദോഷമെല്ലാം അള്ളാഹു പുറത്തിറാശുള്ള സന്തോഷ വാർത്തയും ഇവരെ പക്കൽ നിന്നിട്ട് ഈ ഇമാം ഉത്തുബിക്ക് കിട്ടിത്തിട്ട് ഇബ്നു കസീർ ചെന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പറ്റിയൊരു കാര്യത്തും അള്ളാഹുട്ട് കേൾക്കണം ചില ആൾമാർ ഈ ഒരു സംഭവം എല്ലാം എന്തുകൊണ്ട് മറച്ചു വെച്ചിട്ടുള്ള ഒരാൾ ദോഷാക്കിയിട്ടാണെങ്കിൽ അയാൾ അള്ളാഹു മെയ്യാവല്ലേ അയാൾ നബി തങ്ങളെ മുഖാന്തരം പോയിട്ട് അള്ളാഹുട്ട് കേൾക്കണം. വളരെ വ്യക്തമായിട്ട് ഇതെല്ലാം ഇങ്ങനെ ചെയ്തത് ഒരിക്കലും അനിസ്ലാമികമല്ല. ആരെങ്കിലും എപ്പോഴെങ്കിലും ലൈഫിൽ വർക്ക് അങ്ങനെ ചെയ്തത് കൊണ്ട് അയാൾ ദീൻ്റെ പുറത്ത് പോകണ്ടില്ലേ. നബി തങ്ങളെ കബറ് മുട്ട പോയിട്ട് നബി തങ്ങളെ ഡയറക്റ്റ് വിളിച്ചിട്ട് അയാൾ പാട്ടും ബൈത്തും പാടിയിട്ടുണ്ട്. അങ്ങനെ നബി തങ്ങളെ മറിച്ചു പോയാലേ ബിച്ചെങ്കിൽ അത് ശിർക്കോടൂ ഇത് ബിച്ചിട്ടായെങ്കിൽ അങ്ങ് കേൾക്കുന്നതുമില്ലേ നമുക്കത് കേൾക്കില്ല ചെന്ന് ചില മനുഷ്യന്മാർ പശ്ചാത്തലങ്ങളെല്ലാം അജ്ഞാനത്തെ ഭാഗമായിട്ട് അതുകൊണ്ട് എപ്പോഴും കബറ് മുട്ട പോയിട്ട് അങ്ങനെ ഇതേ ആക്കൊണ്ട് മനസ്സിലൊന്നുമല്ല. എപ്പെങ്കിലും എന്തെങ്കിലും സന്ദർഭത്തിൽ അനിവാര്യ ഘട്ടത്തിൽ മഹാന്മാരെ മുട്ട പോയിട്ട് ഞങ്ങൾ വിളിക്കുന്നത് കൊണ്ട് ഒരു തപ്പുമില്ല. യാ ബദരിങ്ങളെ ചന്ദ്രവാൽ ബിഞ്ചിത്ത് അയാളുടെ ബിലി വളരെ കറുത്തുള്ള ബിലിൻ്റെങ്കിൽ ചിലപ്പോൾ അത് സഹായിക്കിട്ടോ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ സഹായിക്കിട്ടില്ലെങ്കിലും അതൊരു ബിലിയായിട്ട് അത്രേ അല്ലാണ്ട് അയാൾ ദീൻ്റെ പുറത്ത് കൊണ്ടില്ലേ അയാൾ കാഫിറാവും ചാൻസ് ഇല്ല. അപ്പോൾ ഇത് വലിയ അപകടകാരിയായ വാദമായിട്ട് ഒരാളെ മുസ്ലിമായ ഒരാളെ കാഫിറും ചൊല്ലി ആ കാഫിറും ചൊല്ല ഒരാൾമാരെ സപ്പോർട്ടാക്കുന്നതും അതും വലിയ അപകടമായിട്ട്. അതുകൊണ്ട് മുസ്ലിം ഈ വിഷയത്തിൽ ജാഗ്രതാക്കണം. ആ ഒരു പരമ്പരാഗതമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ആ ദീനിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കണം. ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ കാര്യം മഹാന്മാരെ ചെല്ലാം വിളിച്ചിട്ട് സഹായകമായിട്ടെങ്കിൽ അങ്ങനെ ചെയ്യുമെങ്കിൽ അങ്ങനെ ദീൻ്റെ പുറത്ത് പോകാറ് ചെല്ലെ ആൾമാരെ ആ വാദത്തിൽ ഞങ്ങൾ ബെമ്പറ കൊടുത്തെങ്കിൽ സപ്പോർട്ടാക്കിയെങ്കിൽ അത് വലിയ മുസീബത്തായിരിക്കും. കാരണം ഈ ഒരു കാര്യം അത് ഇണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം മുതൽ ഇതുവരേക്കും അത് അങ്ങനെ നടന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെല്ലാം ഞങ്ങൾ അത് ശിർക്ക് ചെന്നെങ്കിൽ അങ്ങനെല്ലാവരും കാഫിറായാൽ അപ്പോൾ ഒരു കൂട്ടത്തെ ഒരു മഹാന്മാരെ ഒരു വലിയ പരമ്പരയുടെ ഞങ്ങൾ കാഫിറാക്കിയ പോലെ ആവും. അങ്ങ് കാഫിറായിട്ട് ഞങ്ങൾ സ്വർഗത്ത് പോകണം ഞങ്ങൾ ആശിക്കരുത്. അങ്ങനെ കാഫിറാക്കി ഞങ്ങൾ സ്വർഗത്ത് പോകണം ചില ആശിക്കരുത്. അത് ഒരിക്കലും സാധ്യമല്ലാത്ത വിഷയമായിട്ട് എന്തിന് നിങ്ങൾ മഹാന്മാരുടെ കൂടെ ആയിട്ട് ഞങ്ങൾ സ്വർഗത്ത് പോകുന്നത് അത് ഞങ്ങൾ ആശിച്ചിരിക്കും. അങ്ങോട്ട് കൂടെ അങ്ങനെ എന്തൊരു തത്വത്തിൽ അങ്ങ് ജീവിച്ചാൽ അത് നമുക്ക് അങ്ങ് 24 ഗಂಟೆ അള്ളാഹുടെ സ്മരണയിലിരുന്നാറ് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്തെങ്കിലും ആപത്കാലം വരുമ്പോൾ അങ്ങ് മഹാന്മാരെ വിളിച്ചോണ്ടിരുന്നാറ്. എന്തി മഹാന്മാരെ മുഖാന്തരം അങ്ങ് അള്ളാഹുടെ കോൺടാക്ട് ആക്കാൻ നോക്കിയിട്ടിരുന്നാറ്. അല്ലാണ്ട് അങ്ങ് എല്ലാ സന്ദർഭത്തിലും അങ്ങ് മഹാന്മാരെ വിളിച്ച് ജീവിക്കണമെന്നല്ല. അത് എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി നിങ്ങളുടെ പക്കത്ത് കൂടിയിട്ടാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിളിച്ച് നോക്കൂ. അങ്ങനെ നിങ്ങൾക്ക് സഹായം കിട്ടും. അള്ളാഹുടെ വിളിക്കുന്നത് അത് ഏറ്റവും നല്ലത്.
ഇങ്ങനെ ബിച്ചെങ്കിലും അതും നബിത്തങ്ങളെ ആ കൽപ്പനകൾ ഒരു പാലന ആ നബിത്തങ്ങ ഞങ്ങൾക്ക് അങ്ങനെ പരിപാടി തന്നത് അങ്ങനെ പേരെ ബിച്ചിട്ട് നിങ്ങൾക്ക് എന്നൊക്കെ പെട്ടെന്ന് ഒരു സഹായിക്കിട്ടോ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഞങ്ങൾ ദുആക്ക് ഇജാബത്ത് ഇല്ലാത്ത ആൾമാരായിട്ടിരിക്കുക നല്ല നാവ് കൊണ്ടു അതുപോലെ ഞങ്ങൾ തിന്നുന്ന ഭക്ഷണം കൊണ്ട് ആറാമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ ദുആത്ത് ഉത്തര കിട്ടല്ലേ അതേ സന്ദർഭത്തിൽ മഹാന്മാരങ്ങളല്ലേ അങ്ങനെ ഏറ്റവും അള്ളാഹുമായിട്ടുള്ള സാമീപ്യം ഉള്ളത് അപ്പോൾ അങ്ങനെ മുഖാന്തരം ചിലപ്പോൾ അള്ളാഹുടെ സഹായത്തെ ഞങ്ങൾ പ്രയത്നാക്കിയെങ്കിൽ വേഗം അത് ഇജാബത്ത് കിട്ടുന്ന ചാൻസ് ഉണ്ടോ എന്ന നിലയ്ക്ക് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി തന്നെ ഒരു ആശയത്തിലായിട്ട് ഇതെല്ലാം നടന്നിട്ടില്ല അല്ലാണ്ട് പിന്നെന്തല്ല അത് ഒരിക്കലും അത് അനിസ്ലാമികമല്ല ചിലത് ഫസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം ആരെങ്കിലും നിങ്ങളുടെ വസ്വാസാക്കി വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് അങ്ങോട്ട് ചെമ്മ ചോദ്യം നിങ്ങൾക്ക് കേൾക്കണം അത് ശിർക്ക് പൂർക്കുണ്ടാക്കുന്ന ആൾമാരുടെ തിരിച്ച് നമുക്ക് ചെമ്മയ്ക്കൊക്കെ ഉണ്ട് ഒരാൾ അള്ളാന്റെ മഹാന്മാരെ ബിജിത്ത് പോൾ വിളിക്കൽ എപ്പോഴെങ്കിലും ബിജിറ്റാകുമ്പോൾ അയാൾ ദീന്റെ പുറത്ത് പോയിട്ടുണ്ടായെങ്കിൽ അപ്പോൾ അങ്ങനെ പുറത്ത് അയാൾ പോകുമ്പോൾ നിങ്ങൾ ഡിസിഷൻ എടുക്കണ്ടായെങ്കിൽ ഇന്റെ ഉള്ളതായ സാധാരണ 90% ആൾമാർ എല്ലാവരും എന്താ ദീന്റെ പുറത്ത് പോയാൽ ഓക്കെ അങ്ങനെ ദീന്റെ പുറത്ത് പോയെങ്കിൽ ഇന്റെ മുസ്ലിം എല്ലാവരും അങ്ങ് കാഫിറുണ്ടായെങ്കിൽ പിന്നെ എന്താക്കില്ല അങ്ങ് നിങ്ങൾ സലാം ഇടുവോ തീരാ ഇന്ന് അധികരിച്ചിട്ടും സുന്നിങ്ങവും സുന്നത്തെ വിശ്വാസത്തെ ആൾമാർക്ക് ഈ ഷിർക്ക് ചെണ്ട് വാദിക്കുന്ന ആൾമാർ അങ്ങ് സലാം ഇട്ടുണ്ട് കണ്ടെങ്കിൽ സലാം ഇട്ടേ എന്തിന് സലാം ഇടണം നമുക്ക് ഞങ്ങൾ മുസ്ലിക്കായാൽ പിന്നെ നമുക്ക് സലാം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഹറാമാവല്ലേ അള്ളാഹുബു ബഹുദേവാരാധന ആക്കുന്ന ആൾമാർക്ക് സലാം ഇട്ടോ വെച്ചെങ്കിൽ അള്ളാഹുടെ സലാം അള്ളാഹുടെ രക്ഷത്തിന്റെ മേലെ ഉണ്ടാവട്ടെ ചൊല്ലത് തീരല്ലേ അപ്പോൾ ഒന്ന് അവിടെ തപ്പായിത്ത് പിന്നെ ഈ മുസ്ലിമീങ്ങവും ഇങ്ങനെ മഹാന്മാരെ വിളിച്ചിട്ട് സഹായ കേൾക്കുന്നതായ മുസ്ലിമീങ്ങ അർത്ഥയുടെ കൂട്ടവും ഇങ്ങോ തീരാ ഷിർക്ക് ചൊല്ലും ഇങ്ങ് തീരാ ഇണ്ട് നിങ്ങൾ നോക്കറു ഇണ്ട് 90% ചിക്കൻ സ്റ്റാളും മട്ടൺ സ്റ്റാളും ബീഫ് സ്റ്റാളും എല്ലാം സുന്നികളായിട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങ് അർത്ഥത്തിലെ ഈ സ്ഥലപ്പിങ് എങ്ങനെ കൂട്ടരേ അത് അർത്ഥാക്കിയുള്ളൂ ഇണ്ട് ഒരു സുന്നികളെ മങ്ങിലായിട്ടെങ്കിൽ പൊക്കുകളുടെ മണ്ണ് പാറത്തോറും ഇന്ന് സ്ഥലപ്പിങ് തിന്നു പോകണ്ടാറ് വേറെ പൊട്ടിയാക്കിയിട്ട് എങ്ങനെ തിന്നറാറ് അർക്കത് ഏകദേശം സുന്നിയായിട്ടിരിക്കാറ് അങ്ങനെയെങ്കിൽ മഹാന്മാരുടെ സഹായ കേൾക്കണം അപ്പോൾ മുഷ്രിക്കായ ഒരാൾ അർത്ഥണ്ടായെങ്കിൽ തിന്നു തീരല്ലേ മുഷ്രിക്കായ കാഫിറായ ഒരുത്തരെ മുകളിൽ മങ്ങിലാവോ തീരല്ലേ എങ്ങനെ മങ്ങിലാവിടാറ് മങ്ങിലാക്കിക്കാറ് അതുപോലെ സ്വത്തു അബ്ബടെ സ്വത്തു മുഷ്രിക്കായവർ അബ്ബടെ സ്വത്ത് ഓതിയാക്കുമ്പോൾ മുസ്ലിം ആയവരുടെ കൂത്തിരല്ലേ ഇങ്ങ മാത്രമല്ല ഇപ്പോൾ മുസ്ലിം ചൊല്ലിങ്ങ എങ്കിൽ ഇങ്ങനെ അബ്ബടെ മുഷ്രിക്കായ അബ്ബടെ സ്വത്തിങ്ങ ഓതി എടുത്തിട്ടുള്ളാറ് ഹറമുക്ക് പോകും മുഷ്രിക്കിങ്ങോ ഹറാമായിട്ടിക്കട് പരിശുദ്ധമായ ഖുർആനിൽ വ്യക്തമായിട്ട് ചെന്നു ഇന്നമൽ മുഷ്രിഖൂന നജസ്സുൻ മുഷ്രിക്കിങ്ങ നജസ്സായിരിക്കും അതുകൊണ്ട് അങ്ങ് ഹറമുക്ക് ബറോത്തീരാ പല മക്കത്തെ പള്ളിക്ക് മദീനത്തെ പള്ളിക്ക് ബറോത്തീരാണ്ട് പക്ഷേ ഇണ്ട് അവിടെ ഹയ്യസ്റ്റ് പോയിട്ട് ഹറമുക്ക് പോയിട്ട് ഹജ്ജ് ചെയ്തതും അതുപോലെ ഉംറ ചെയ്തതെല്ലാം സുന്നി മുസ്ലിമല്ലേ എന്തുകൊണ്ട് സൗദി ഗവൺമെന്റ് അത് നിപ്പാട്ടില്ലേ എന്തുകൊണ്ട് ഇവിടെ സ്ഥലപ്പിന് അത് കംപ്ലീറ്റ് ആക്കില്ലേ അപ്പോൾ അവിടെ പൈസ വയസ്സ് കയറ്റി എന്തൊക്കെ ദീന് ബിക്കാണ്ട് വിചാരിച്ചിട്ടുള്ളത് ഇങ്ങനെ ഈ കാലി ഒരു മുഷ്രിക്ക് ചെന്നിട്ട് ഇങ്ങനെ കൈകെട്ടി തെച്ചെങ്കാവില്ലേ അതിലെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ പാലനാക്കണല്ലേ ഇപ്പൊ നോക്കൂ ഞങ്ങളുടെ ആയത്തുള്ള ഏതെങ്കിലും ഒരു അമുസ്ലിമായ വ്യക്തി അവൻ അമുസ്ലിം കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചാൽ പിന്നെ അവൻ തന്നതായ ഇറച്ചി അത് അവൻ അർത്ഥ അല്ലെങ്കിൽ അവൻ ഇറച്ചാക്കി അവർ ഇറച്ചി ഞങ്ങൾ കൂട്ടും 100% അടിയിക്കില്ല അവൻ ഞങ്ങൾ സലാമില്ലേ പിന്നെ അവൻ എന്തായാലും അവിടെ പള്ളി ഞങ്ങൾ കൂട്ടില്ലേ അവന്റെ ബോളിൽ ഞങ്ങൾ മങ്ങിലാവില്ലേ മുസ്ലിം കണ്ടെ ഇങ്ങനെയുള്ള ഞങ്ങൾ ഏതൊരു വിശ്വാസമില്ല അതിൽ ഞങ്ങൾ 100 ഞങ്ങൾ പാലനാക്കണ്ടെങ്കിൽ ഇത് മുസ്ലിം ഇങ്ങ അങ്ങ് മുഷ്രിഖ് ചെന്നാൽ പിന്നെ ഞങ്ങൾ സുന്നികൾ എല്ലാവരും അങ്ങ് കാഫിറുണ്ടെങ്കിൽ ചെന്നാൽ പിന്നെ ഇങ്ങ അതിൽ 100 ഇങ്ങനെ പാലന ആക്കിയിട്ടില്ല ഇങ്ങനെ ഞങ്ങളെ പേർത്ത് ബന്ധം നിസ്കരിക്കാറ് ഇങ്ങനെ ഞങ്ങളെ ഇറച്ചി കൂട്ടാറ് ഇങ്ങനെ മക്കളും പെൺമക്കളെ എടുത്ത് മങ്ങിലാടാറ് ഇങ്ങനെ ഞങ്ങളെ പിന്നെ അബ്ബമാരെ സ്വത്ത് ഇങ്ങനെ ഓതി എടുത്ത് തിന്നറാറ് ഇതെല്ലാം എന്തൊരു കാട്ടു ചെന്നെങ്കിൽ ഇങ്ങനെ വാദത്തിൽ ഹൊറിലില്ല ഒരു പ്രൂഫുമില്ല വെറുതെയും ഏതോ ഒരു യഹൂദിങ്ങ ഞങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പാക്ക ഒരു ആശയത്തെ കൊണ്ടുവന്നാറ് അതിലെ ഈ മൗലവിമാർ ഇങ്ങനെ അന്യായം ബോധനാക്കിയാറ് അതിനെ നാം വിറ്റിങ് പോയിട്ടുള്ളാറ് അത്രയല്ലാണ്ട് ഇത് വെറും മുസ്ലിം ഉമ്മത്തിലെ എന്താക്കും തകർക്കവും അടികുത്താക്കവും ഉണ്ടാക്കിയ ഒരു കൂട്ടായിട്ട് മാത്രം ഇതിൽ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുസ്ലിമീങ്ങൾക്കും ഹിദായത്ത് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പല ആൾമാരും പാവ അങ്ങ് കൊന്നില്ല ആരോ ചെന്നത് അങ്ങ് വിശ്വസിച്ചാറ് അത് പിന്നെ അങ്ങ് യാറാ അങ്ങ് ಅದಕ್ಕೆ ആ വിഷയത്തിൽ യാറാ അങ്ങ് സപ്പോർട്ട് ആക്കിയിട്ടില്ല ഇതിൻ്റെ സൗദി പോലത്തെ അതായതെല്ലാം ഇതിൻ്റെ ഈ വിഷയത്തിൽ ഈ വാദമായിട്ട് ഷിർക്ക് പൂർക്കുടെ വാദ അവിടെ ജോറുണ്ട് ആ ഭാഗത്തല്ല അവിടെ ഔലിയാക്കന്മാരെ മഹാന്മാരെ ദർഗകൾ നമുക്ക് കാണുമ്പോൾ മാറി അപ്രൂപ്പ ഇല്ലാണ്ടില്ല ഒമാൻ ഈജിപ്റ്റ് അവിടെ എല്ലാം ഔലിയാക്കന്മാരെ ദർഗകളുണ്ട്. ഇവർ ഹിജാസിന്റെ ഭാഗത്ത് അത് ഇല്ലാണ്ടാക്കിയത് അതെല്ലാം മുതൽ ഇന്നതും അതെല്ലാം ഒരു 10-200 വർഷം മുതൽ വടിച്ചെടുത്തിട്ട് ഈ വഹാബി ഗവൺമെന്റ് അതെല്ലാം വടിച്ചിട്ട് എടുത്തതായിരിക്കും അല്ലാണ്ട് അവിടെ എല്ലാം മുതലും ഔലിയാക്കന്മാരെ മഹാന്മാരെ സ്വഹാബത്തിലെ ദർഗല എന്ത് അതെല്ലാം വടിച്ചെടുത്തതായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ആൾമാർക്ക് അവരുടെ ഹിസ്റ്ററി ಗೊತ್ತಿല്ലാത്തതുകൊണ്ടായിരിക്കും. ഇപ്പം നമുക്ക് ഗൂഗിളെല്ലാം സെർച്ച് ആക്കി അതെല്ലാം കാണുവാൻ സാധ്യമാവും. അള്ളാഹു എല്ലാവരും ഹിദായത്ത് കൊടുക്കട്ടെ. ആ ഒരു ഹട്ട അള്ളാഹു ഹട്ട വിമുഖമാക്കിയിട്ട് ഹക്കടെ മനസ്സിലാക്കുള്ള തൗഫീഖ് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വാഹിദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.